ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് എൻ്റെ വീട്ടിലുള്ള രാവിലത്തെ തർക്കങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ മുറ്റടിക്കാൻ പോയിക്കൊണ്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് ചെമ്മലൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് അരച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴാണ് മുറ്റടിക്കാറുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഈ വയ്യും ആ ഭാഗവും ഈ ഭാഗമൊക്കെ നമ്മൾ ഫുള്ളായിട്ട് മുറ്റടിച്ച് കഴിഞ്ഞിരിക്കും കേട്ടോ. എനിക്ക് മുറ്റടിക്കാൻ പല ടൈമാണ്. ചിലപ്പോൾ ഞാൻ തുടക്കലും അരിച്ചോലൊക്കെ കഴിഞ്ഞിട്ടേക്കാരം ഒരു 12 മണി പണികളൊക്കെ കഴിഞ്ഞിട്ടേക്കാരം ചിലപ്പോൾ മുറ്റടിക്കാൻ പോകണത്. എനിക്ക് പല ടൈമാണ്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ അരിച്ചു വരും കേട്ടോ. ചിലപ്പോൾ രാവിലെ അരിച്ചു വരില്ല, ചിലപ്പോൾ ഉച്ചക്ക് അരിച്ചു വരും, അല്ലെങ്കിൽ അസർക്ക് അരിച്ചു വരും. അസർക്ക് അരിച്ചു വരിക പിന്നെ രാവിലെ അരിച്ചു വരണ്ടല്ലോ ഒക്കെ എത്തിക്കാണ്ടാണ് ഞാൻ ചിലപ്പോൾ അസർക്ക് അരിച്ചു വരും കേട്ടോ, പണിയൊക്കെ ഒരുങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ചെടികളാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റേ ചെടിച്ചട്ടിയിലുള്ളത് പൂപ്പിയാണ് കേട്ടോ. പിന്നെ ഇത് എന്താണ്, ഒരു ചുവപ്പ് കളറൊക്കെ ആയിട്ടില്ലേ, അത് ഡ്രാഗൺ ഫ്രൂട്ട് അതിന് തോന്നുന്നുണ്ട്, അതാണ് കേട്ടോ ആ മുള്ളിലുള്ളത്. അപ്പോൾ ഇതാക്കുണ്ടോ ഒരു പൂപ്പിൻ്റെ ചെടി നമ്മൾ ഇവിടെ വിരിഞ്ഞിക്കും കേട്ടോ. അത് റോസ് കളറാണ്. ഇപ്പോൾ ഇവിടെ പുതിയത് കുഴിച്ചിരിക്കണത് നിത്യക്കല്യാണിയാണ് കേട്ടോ. ഈ പൂവാണ് കേട്ടോ നമ്മൾ ഇവിടെ കുഴിച്ചിട്ടിരിക്കണത്. അപ്പോൾ പിന്നെ നമ്മൾ ചെടിച്ചട്ടിയിൽ ഈ ചെടീൻ്റെ പേരെന്താ എനിക്കറിയില്ല, അത് അയൽവാസി തന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയും മുളച്ചിട്ടുണ്ട് അത്. പിന്നെ പൂപ്പി, പിന്നെ ഈ ചെടിച്ചട്ടിയിൽ ചെടി പേര് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയപ്പോൾ പുതിന കിട്ടിയപ്പോൾ നമ്മൾ ആ ചെടിച്ചട്ടിയിലൊന്ന് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആ പുതിന കുറച്ച് ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതാക്കണമെങ്കിൽ 2 മീൻ കുഴികളുണ്ട് നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ഓറഞ്ച് കളറായിട്ടും കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ചെടിച്ചട്ടിയിൽ എൻ്റെ ചെടി ഫേവറേറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ വിറ്റടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രം മോറാൻ പോകാൻ കേട്ടോ. ഇവിടെ ആകെ പരന്ന് കിടക്കാൻ കേട്ടോ. അപ്പോൾ കണ്ടോ, രാവിലെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇട്ട് പോയിക്കാൻ കേട്ടോ എല്ലാവരും. നമുക്കിത് മൊത്തത്തിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. പാത്രം നമ്മൾ എത്ര നേരം വയ്ക്കിയാലും വേഗം മൂക്ക് എഴുകി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നീച്ചേക്കന്നെ ചായയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ പെട്ടെന്ന് മോറി വെക്കും കേട്ടോ. പാത്രം ഞാനിങ്ങനെ മിറ്റടിച്ചിട്ട് മാതിരി നേരം വേഗലില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് മോറി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് എങ്ങനെയാണോ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും കേട്ടോ. ഞാൻ അപ്പോൾ എൻ്റെ വീട്ടിൽ ഇമ്മ ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പണി ഒരുക്കുന്നത് കേട്ടോ. ഇമ്മ ഉണ്ടെങ്കിൽ ഞാൻ പണിയൊന്നും ഒരുക്കൂല കേട്ടോ. ഇമ്മ ഉണ്ടെങ്കിൽ ഞാൻ 12 മണി 1 മണി 2 മണിയൊക്കെ ആവും കേട്ടോ കുളി കഴിയണമെങ്കിൽ തന്നെ. ഇമ്മ ഇല്ലെങ്കിൽ ഞാൻ ഒരു 9 മണി ആകുമ്പോഴത്തേനും എല്ലാ പണിയും കഴിയും കേട്ടോ. അപ്പോൾ കണ്ടാൽ നമ്മളിവിടെ ഫുള്ള് പാത്രമൊക്കെ മോരി ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ടോ. അപ്പോൾ ഒരു കോഴി മുട്ടിടാൻ വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഈ കോഴി അപ്പോൾ ഉള്ളിലാണ് കേട്ടോ മുട്ടയിടുന്നത്. ഈ കോഴിക്ക് ഉള്ളിൽ തന്നെ മുട്ടയിടണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഫുള്ളായിട്ടൊന്ന് ഇപ്പോൾ ടേബിൾ ഇതൊക്കെ ആകെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വീട് ഒരു 3 മണി വരെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ഒരു 7 മണി ആകുമ്പോഴത്തേനും നമ്മൾ പെര ഒക്കെ കലബിലാവല്ലോ എടുത്തിട്ടോ. അപ്പോഴത്തേനും നമ്മൾ വീട്ടിലെ ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ ആകെ പരന്ന് കിടക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നിറച്ചതായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പുതപ്പ് ഇതൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ. ഇനി നമ്മൾ അപ്പോൾ ഈ റൂം നമ്മൾ അരിച്ചുവരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അപ്പുറത്തെ റൂമും ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അരിച്ചോര കേട്ടോ. ഞാനിപ്പോൾ ആദ്യം വൃത്തിയാക്കിയിട്ടാണ് അരിച്ചോരൽ കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ അത് വൃത്തിയാക്കിയിട്ടാണോ അരിച്ചോരൽ അതോ അരിച്ചോരിട്ടാണ് വൃത്തിയാക്കലുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ അരിച്ചോരലും തോത്തലും മിറ്റടിയും തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ. എൻ്റെ തിരുമ്പൽ ഞാൻ രാവിലെ നേരത്തെ 6 മണിയാകുമ്പോൾ തിരുമ്പാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്മ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പപ്പടം പൊരിച്ചിരിക്കുന്ന ഒരു മുട്ട, പിന്നെ നമ്മൾ ക്യാരറ്റ് ഉപ്പേരി, പിന്നെ സുർക്കൊള്ളി ഉണ്ടായാൽ എനിക്ക് ചോറ് പെട്ടെന്ന് പോകും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുള്ളത് കമൻറ്റ് ബോക്സിലൊന്നും അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ ആയി. ഇനി നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. തിരുമ്പൽ പിന്നെ ഞാൻ 7 മണി ആകുമ്പത്തിന് കഴിച്ചു കേട്ടോ. തിരുമ്പൽ എനിക്ക് നേരത്തെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് തിരുമ്പണത് തീരെ ഇഷ്ടമല്ല കേട്ടോ. തിരുമ്പണതും തുടക്കണതും എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കിട്ടീനു കേട്ടോ. മരത്തുമ്പോൾ നമ്മൾ 5-6 മാങ്ങ പറിച്ചിനും. അപ്പോൾ അത് നമുക്ക് ഒന്ന് അച്ചാറിടാൻ കരുതിയും. അപ്പോൾ ഈ അച്ചാറുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അച്ചാറിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാൻ നാളെ മറ്റന്നാളായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ മെനക്കെട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് മതി ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ബോറടിച്ചിരുന്നപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് ഉപ്പുമുളക് ഇട്ട് തിന്നീന് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക്